ഡെവിൾസ് ലവ് രചന നന്ദന അവതരണം ഷാവുൽ മലയിൽ എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. എന്തിനാണ് തന്നെ ഇങ്ങനെ അപമാനിക്കുന്നത്? അതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ഇയാളോട് ചെയ്ത്? ആൾ മുഖം കുനിച്ചെന്ന് മനസ്സിൽ ചോദിച്ചു. താലപ്പൊലിയും വിളക്കുന്നന്ന് നിന്നെ സ്വീകരിക്കാൻ ഇവിടെ ആരുമില്ല. വേണമെങ്കിൽ അകത്തേക്ക് കയറി വാ. പിന്നെ 2 വർഷം കഴിഞ്ഞിട്ട് ഈ പടിയിറങ്ങി പോകാനുള്ളതാ. അതുകൊണ്ട് വലതുകാല് വേണ്ട, ഇടതുകാല് വെച്ച് കയറിയാൽ മതി. അതും പറഞ്ഞുകൊണ്ട് അവൻ അകത്തേക്ക് കയറാൻ തുടങ്ങിയതും പുറത്തേക്ക് ഇറങ്ങിയ ഒരു നാളിനെ കണ്ട് അവനൊന്ന് അമ്പരന്നു. അപ്പച്ചിയമ്മ, അവൻ പതിയെ പറഞ്ഞുകൊണ്ട് അവരെ നോക്കി അന്തം വിട്ട് നിന്നു. കയ്യിൽ താലവും പിടിച്ചൊരു പുഞ്ചിരിയോടെ നടന്നു വരുന്ന രാജേശ്വരിയെ ഒരു നിമിഷം അവൻ കണ്ണുകൾ കുറുക്കി നോക്കി. അവരുടെ തൊട്ടു പിന്നാലെ തന്നെ 7 തിരിയിട്ട നിലവിളക്കുമായി ശ്രീദേവിയും ഉണ്ടായിരുന്നു. രാജേശ്വരിയുടെ മുഖം നിറപ്പുഞ്ചിരിയോടെ ആയിരുന്നെങ്കിൽ ശ്രീദേവിയുടെ മുഖത്ത് പതിവിലും ഗൗരവം നിറഞ്ഞിരുന്നു. എവിടേക്കാളാ കയറി പോകുന്നത്? രാജേശ്വരി അവന്റെ മുന്നിലേക്ക് വന്നിന്ന് അവന്റെ ചെവിക്ക് പിടിച്ചുകൊണ്ട് ചോദിച്ചു. അവരൊന്ന് എരിവലിച്ചു വിട്ടു. അപ്പച്ചിയമ്മന്റെ ചെവി വിട്, എനിക്ക് നോവുന്നു. അവൻ അവളുടെ കൈ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു. നിനക്ക് നോവണം, അതിനു വേണ്ടി തന്നെ ഞാൻ പിടിച്ച്. വിവാഹം കഴിഞ്ഞാലുള്ള ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നിനക്ക് അറിയില്ലേ കണ്ണാ? അവർ ചെറു ശാസനയോടെ പറഞ്ഞു. അവൻ ചുണ്ടുവിളിക്ക് അവരെ നോക്കി. ഒരു നിമിഷം അവന്റെ ആ പ്രവൃത്തിയിൽ താനും അന്തം വിട്ടുന്നു പോയി. കുറച്ചു മുമ്പ് ആ സെക്യൂരിറ്റിയോടും തന്നോടും ചാടി കടിക്കാൻ വന്ന മനുഷ്യനാണിപ്പോൾ ഈ സ്ത്രീയുടെ മുന്നിൽ കിടന്ന് കൊഞ്ചുന്നത്. അവൾ ആത്മകഥം പറഞ്ഞുകൊണ്ട് അവനെ നോക്കി. രണ്ടുപേരും ചേർന്ന് നിൽക്ക്, രാജേശ്വരി പറഞ്ഞു. ദത്തൻ തനുവിനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അതുവരെ അവൻ അന്തം വിട്ടുകൊണ്ട് നോക്കിയിരുന്നവൾ അവന്റെ കൂർപ്പിച്ച നോട്ടം കണ്ടതും പേടിയോടെ മുഖം കുനിച്ച് നിന്നു. പോയി കൊച്ചിന്റെ അടുത്ത് നിൽക്കടാ, രാജേശ്വരി ദത്തനോടായി പറഞ്ഞുകൊണ്ട് തനുവിന്റെ അരികിലേക്ക് അവനെ ചേർത്ത് നിർത്തി ആരതി ഒഴിഞ്ഞു. ഓരോ വട്ടം ആരതി ഒഴിയുമ്പോഴും അവരുടെ കണ്ണുകൾ തനുവിന്റെ മുഖത്ത് തന്നെയായിരുന്നു. എന്തിനെന്നറിയാതെ അവരുടെ കണ്ണുകൾ ഈറനായി. ഏതോ ഒരു ഓർമ്മയിൽ അവരറിയാത്തതിന് അവളെ ചേർത്ത് പിടിച്ച് നെറുകയിൽ ചുംബിച്ചു. പെട്ടെന്നുള്ള അവരുടെ പ്രവൃത്തിയിൽ തനുവിനോടൊപ്പം തന്നെ ദത്തനും ശ്രീദേവി അവരെ പകച്ചു നോക്കി നിന്നു. വലതുകാലം വെച്ച് കയറി വാ മോളെ. ആരതി ഒഴിഞ്ഞ ശേഷം ശ്രീദേവിയുടെ കയ്യിൽ നിലവിളക്ക് വാങ്ങുന്ന സമയം അടുത്തു നിന്നുകൊണ്ട് രാജേശ്വരി പറഞ്ഞു കേട്ടതും തനു ദത്തന്റെ മുഖത്തേക്കൊന്ന് നോക്കി. കാരണം അവൻ ഇടതുകാലം വെച്ച് കയറണമെന്നാണ് അവളോട് പറഞ്ഞിരുന്നത്. അവൾ നോക്കുന്നത് കണ്ടതും അവൻ അവളൊന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് അകത്തേക്ക് കയറിപ്പോയി. മോളത് കാര്യാക്കണ്ട, അവൻ ഈ വക കാര്യങ്ങളൊന്നും താല്പര്യമല്ല. അതാ അങ്ങനെ, മോൾ അകത്തേക്ക് കയറി വാ. രാജേശ്വരി അവളുടെ കൈ പിടിച്ച് അകത്തേക്ക് കയറ്റി. വിളക്ക് പൂജാമുറി കൊണ്ടുവച്ചാൽ മതി. അകത്തേക്ക് കയറിയത് രാജേശ്വരി തന്നെ ആൾക്ക് ഓരോ നിർദ്ദേശങ്ങൾ കൊടുത്ത് ചെയ്യിച്ചു. ശ്രീദേവി അപ്പോൾ തന്നെ കിച്ചണിലേക്ക് പോയിരുന്നു. പൂജാമുറിയിൽ വിളക്ക് വെച്ച ശേഷം തനു 2 കൈകളും കൂപ്പി പ്രാർത്ഥിച്ചു. അറിയാതെ തന്നെ അവളുടെ കണ്ണുകളിൽ നീർ പൊടിഞ്ഞു. കഴിഞ്ഞ മോളെ. അപ്പച്ചിയുടെ ശബ്ദം കേട്ടതും അവൾ നിറഞ്ഞു തുളുമ്പിയ കണ്ണുകൾ അമർത്തി തുടച്ചുകൊണ്ട് അവരെ തിരിഞ്ഞു നോക്കി. എന്തിനാ മോള് കരയുന്നത്? വീട്ടിലെല്ലാവരെയും വിട്ട് വന്നോണ്ടാണോ? അതിന് മറുപടിയായി അവളൊന്ന് പുഞ്ചിരിച്ചതേ ഉള്ളൂ. മോള് വിഷമിക്കേണ്ട കേട്ടോ, 2 ദിവസം കഴിഞ്ഞ് നമുക്ക് വീട്ടിലേക്ക് പോവാം. അതിന് മറുപടിയായി അവളും പുഞ്ചിരിച്ചതേ ഉള്ളൂ. കാരണം അവൾക്ക് അറിയാമായിരുന്നു ഇനി തന്റെ വീട്ടിലേക്ക് ഒരു തിരിച്ചുപോക്ക് 2 വർഷങ്ങൾക്ക് ശേഷം മാത്രമായിരിക്കുന്നു. വാ. അവരോടെ കൈയും പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. മോൾക്ക് ഞാനാരാണെന്ന് മനസ്സിലായോ? നടക്കുന്നതിനിടയിൽ അവളോട് ചോദിച്ചു. അവൾ അറിയാമെന്ന രീതിയിൽ തലയാട്ടി. ദത്തൻ സാറിന്റെ അച്ഛന്റെ പെങ്ങളല്ലേ? അവൾ പറഞ്ഞു കേട്ടതും അവർ മുഖം കൂർപ്പിച്ച് അവളെ നോക്കി. മോളെ എന്താ അവനെ വിളിച്ച്? ദത്തൻ സാറെന്നോ? അത് അവർ ചോദിച്ചിട്ട് അവളൊന്ന് പകച്ചു. താലി കെട്ടിയ ഭർത്താവിനെ ആരെങ്കിലും സാറേന്ന് വിളിക്കോ? അതിനവളൊരു വിളറിയ ചിരിയിരിച്ചു. ഇപ്പൊ വിളിച്ച പോട്ടെ, ഇനിങ്ങനെ ഉണ്ടാവരുത് കേട്ടോ. അതിനവളൊന്ന് തലയാട്ടിയതേ ഉള്ളൂ. ആട്ടെ, മോളെന്താ ഇനി അവനെ വിളിക്കാൻ പോകുന്നു? അവരൊരു കുസൃതിയോടെ ചോദിച്ചു. അവൾ പകപ്പോടെ അവരെ നോക്കി. സത്യത്തിൽ അവനെ എന്ത് വിളിക്കണമെന്ന് അവൾക്കും അറിയില്ലായിരുന്നു. അതിനവരൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവളുടെ തലയിൽ തലോടി. ദേവദത്തൻ എന്നാ അവന്റെ പേര്. മോള് ദേവേട്ടാന്നോ ദത്തേട്ടാന്നോ വിളിച്ചോ? അതിന് മറുപടിയായി അവളൊന്ന് തലയാട്ടിക്കൊണ്ട് മുന്നോട്ട് നോക്കിയതും അവൾ തന്നെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്ന ദത്തനെയാണ് കണ്ടത്. ഒരു നിമിഷം അവൾ പകപ്പോടെ നോക്കിന്ന് പോയി. തങ്ങൾ സംസാരിച്ച് അവൻ കേട്ടെങ്കിൽ അവൾ അവന്റെ മുഖത്ത് നോക്കാതെ തലകുനിച്ചു. അപ്പോഴാണ് രാജേശ്വരി അവനെ കണ്ടത്. നീ ഇവിടെ നിൽക്കായിരുന്നോ? അവർ ചോദിച്ചുകൊണ്ട് അവളുടെ കൈയും പിടിച്ച് അവന്റെ അരികിലേക്ക് നടന്നു. അവൻ അതിനൊന്ന് മൂളിയതേ ഉള്ളൂ. രണ്ടുപേരും വാ, വന്നിട്ട് ഇതുവരെ ഏട്ടനെ കണ്ടില്ലല്ലോ. അവരെ രണ്ടുപേരെയും കൂട്ടി രാജശേഖരന്റെ ഓഫീസ് റൂമിലേക്ക് നടന്നു. രാജേട്ടാ, ദേ നോക്കിയേ, ഇതാ ഏട്ടന്റെ മരുമോള്. രാജശേഖരന്റെ മുന്നിൽ ചെന്നിന്നുകൊണ്ട് അവർ വർദ്ധിച്ച സന്തോഷത്തോടെ പറഞ്ഞു. അയാൾ മുഖമുയർത്തി തനുവിനെ നോക്കി. അവളുടെ നിഷ്കളങ്കമായ മുഖം കണ്ടതും അയാളിൽ എന്തോ ഒരു വേദന പടർന്നിറങ്ങി. അയാളുടെ ആ പ്രവൃത്തിയിൽ തനുവിന് നല്ല വിഷമം തോന്നിയെങ്കിലും അവളത് പുറമേ കാണിക്കാതെ രാജേശ്വരിയെ നോക്കിയൊന്ന് പുഞ്ചിരിച്ചു. ഏട്ടൻ വലിയ ഗൗരവക്കാരനാ, അതാ ഒന്നും മിണ്ടാതെ പോയത്. പിന്നെ ഇവൻ അമ്മാതിരി പണിയെല്ലാം ഒപ്പിച്ച് വെച്ച് അതിൻ്റെ ഒരു വിഷമമുണ്ട്. അവർ പറഞ്ഞു കേട്ട് അവളൊന്നും മനസ്സിലാവാതെ അവരെ നോക്കി നിന്നു. മോളെന്താ ഇങ്ങനെ നോക്കുന്നേ? അവളുടെ നോട്ടം കണ്ടതും രാജേശ്വരി സംശയത്തോടെ ചോദിച്ചു. അത് അദ്ദേഹത്തിന്. തനുശ്രീ, താൻ മുകളിലേക്ക് വന്ന് ഫ്രഷായി വേഷമൊക്കെ മാറ്. ആളെന്തോ പറയാൻ തുടങ്ങിയതും ദത്തന്റെ ശബ്ദം അവിടെ ഉയർന്നു കേട്ടു. ദത്തൻ പറഞ്ഞു കേട്ടപ്പോഴാണ് രാജേശ്വരി അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത്.
ആ ശരിയാ, മോൾ ഇപ്പോഴും ഈ വേഷത്തിൽ തന്നെ നിൽക്കുകയാണല്ലോ അല്ലേ? അവൻ്റെ കൂടെ പോയി ഫ്രഷായി ഈ വേഷമൊക്കെ ഒന്ന് മാറിയിട്ട് വാ, എന്നിട്ട് നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അവർ പറഞ്ഞതും ആളിൽ വല്ലാത്തൊരു ഭീതി ഉണ്ടായി. കാരണം ദത്തന്റെ മുറിയിലേക്കാണ് താൻ ഇനി പോവേണ്ടത്. അവനെങ്ങനെ പ്രതികരിക്കുമെന്നറിയില്ല. അവൾ ദയനീയമായി അവരെ നോക്കി. ചെല്ലു മോളെ. അപ്പോഴേക്കാർ അവൾ ഉന്തിത്തള്ളി മുകളിലേക്കുള്ള പടികൾ കയറ്റി. അപ്പോഴേക്കും ദത്തൻ മുകളിലേക്ക് പോയിരുന്നു. ഓരോ പടികൾ കയറുമ്പോഴും അവളുടെ കാലുകൾ ഇടറുന്നുണ്ടായിരുന്നു. അവസാന പടിയും കയറി അവൾ മുകളിലെത്തിയതും തന്റെ റൂമിന്റെ വാതിൽക്കൽ നിന്നുകൊണ്ട് അവളെ രൂക്ഷമായി നോക്കുന്ന ദത്തനെ കണ്ട് അവളിലൊരു വിറയിൽ പടർന്നു കയറി. അവൾ ഉമിനീരിറക്കിക്കൊണ്ട് അവിടെ തന്നെ നിന്നു. ഇനി അകത്തേക്ക് കയറാൻ തമ്പുരാട്ടിക്ക് താലപ്പൊലിയും വെഞ്ചാമരവും വേണാവോ? അവൻ പരിഹാസത്തോടെ ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ അവന്റെ അരികിലേക്ക് ചെന്നു. അവന്റെ മുന്നിൽ വന്നിരുന്നുകൊണ്ട് താളം ചവിട്ടുന്നവളെ കണ്ടതും അവന് വിറഞ്ഞു കയറി. കയറി പോടിയത്ത്! അവൻ ദേഷ്യത്തോടെ അലറിയതും അവൾ പേടിച്ചുകൊണ്ട് അകത്തേക്ക് ഓടിക്കേറി. ബ്ലഡി! വായിൽ വന്നൊരു മുഴുത്തെറി പല്ലിനിടലിട്ട് ഞെരിച്ചുകൊണ്ട് അവനകത്തേക്ക് ഒരു വാതിലടച്ചു. ഡേ! മുന്നിൽ തലകുനിച്ച് നിൽക്കുന്നവളുടെ ഇരുതോളിലും പിടിച്ചു കുലുക്കിക്കൊണ്ട് അവൻ ദേഷ്യത്തോടെ വിളിച്ചു. പേടിയോടെ അവനെ നോക്കി. ഒരു കാര്യം നീ ചെവി തുറന്നു വെച്ച് കേട്ടോ. അപ്പച്ചി അമ്മ പറഞ്ഞു കേട്ടുകൊണ്ട് എന്നെ ദേവേട്ടാന്നോ ദത്തേട്ടാന്നോ അങ്ങനെ വിളിച്ചുകൊണ്ട് വന്നാ എന്റെ മറ്റൊരു മുഖം നീ കാണും, കേട്ടോടി! അവൻ അലറിയതും അവൾ പേടിയോടെ തലയാട്ടി കാണിച്ചു. അതിനൊന്ന് അമർത്തി മൂളിക്കൊണ്ട് അവൻ അവളുടെ കയ്യിലെ പിടിവിട്ടു. ശേഷം അവളൊന്ന് മൊത്തത്തിൽ ഒഴിഞ്ഞു നോക്കി. ഈ വേഷത്തിൽ കൊള്ളാം. എന്തായാലും രാത്രി ഇതുപോലെ സെറ്റ് സാരി കൊടുത്ത് വന്നാൽ മതി, അതാ കൂടുതൽ സൗകര്യം. അവനൊരു കണ്ണിറുക്കി വഷളച്ചിരിയോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയതും അവന്റെ വാക്കുകളിലെ പൊരുൾ മനസ്സിലാക്കി അവൾ അടിമുടി വിറച്ചുപോയി. സത്യത്തിൽ അവൾ ഇതുവരെ അങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചിരുന്നില്ല. അവൾ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കട്ടിലേക്ക് ഇരുന്നു പോയി. ഇതേ സമയം കിച്ചണിൽ ഏടത്തി എന്താ കുട്ടിയോട് ഒന്നും സംസാരിക്കുക പോലും ചെയ്യാത്തേ? അതിന് എന്ത് വിഷമായി കാണും? ഏടത്തി അതെ, ഏട്ടനും അതെ, രണ്ടുപേരും അതിനോടൊന്നും മിണ്ടുകൂടി ചെയ്തില്ല. രാജേശ്വരി പറഞ്ഞു. ശ്രീദേവി അവരെ നോക്കി. എനിക്ക് ആരുടെയും മുമ്പിൽ അഭിനയിക്കാനൊന്നും അറിയില്ല രാജി. എൻ്റെ മനസ്സിലുള്ള എന്താണോ അതുപോലെ പുറത്തേക്ക് വരൂ. ശ്രീദേവി പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോയതും അവർ പോയ വഴിയെ നോക്കിയൊരു നെടുവീർപ്പോടെ നിന്നു രാജേശ്വരി. തനു ഫ്രഷായി ഇറങ്ങി വന്ന ശേഷം കബോർഡ് തുറന്നു നോക്കിയതും അതിൽ അവൾക്ക് ആവശ്യമുള്ളതെല്ലാം അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ അതിൽ നിന്നൊരു കുർത്തിയും പലാസോയും എടുത്ത് ധരിച്ചു. ശേഷം മുടിയൊന്ന് ഒതുക്കി കെട്ടി അവൾ താഴേക്ക് ഇറങ്ങിച്ചെന്നു. ആ മോള് വന്നോ? വാ, ഭക്ഷണം വിളമ്പിയിട്ടുണ്ട്. പടികൾ ഇറങ്ങി വരുന്ന തനുവിനെ കണ്ടതും രാജേശ്വരി അവളുടെ അരികിലേക്ക് വന്നുകൊണ്ട് പറഞ്ഞു. അതിനവളൊന്ന് പുഞ്ചിരിച്ചുകൊണ്ട് അവരുടെ പിന്നാലെ ചെന്നു. ഡൈനിങ് ടേബിളിൽ അപ്പോൾ ദത്തനും രാജശേഖരനും ശ്രീദേവിയും ഉണ്ടായിരുന്നു. അവർ 3 പേര് അവളെ നോക്കാതെ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. മോളിരിക്കി. രാജേശ്വരി അവളെ ദത്തന്റെ അരികിലായിട്ടിരുന്ന കസേരയിൽ ഇരുത്തി. തന്റെ അരികിൽ വന്ന് അവൾ ഇരിക്കുന്ന കണ്ടതും അവൻ അവളെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. അവളത് കണ്ടതും പേടിയോടെ മുഖം കുനിച്ചു. കഴിക്കുമോളെ. രാജേശ്വരി അവളുടെ അരികിലായിരുന്നു അവളെ സന്തോഷത്തോടെ ഊട്ടി. മറ്റു 3 പേർക്കും അത് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവരാരും മറുത്തൊന്നും പറയാതെ ഭക്ഷണം കഴിച്ച് എഴുന്നേറ്റ് പോയി. പോകുന്ന പോകിൽ ദത്തൻ അവളെ ഒന്ന് രൂക്ഷമായി നോക്കാനും മറന്നില്ല. നേരം സന്ധ്യയായി. ബാൽക്കണിയിൽ നിന്നൊരു സിഗരറ്റ് എടുത്ത് ചുണ്ടിലേക്ക് വെച്ച് വലിച്ചുകൊണ്ടിരിക്കാൻ ദത്തൻ. അവന്റെ മനസ്സിൽ നിറയെ തനുവിന്റെ മുഖമായിരുന്നു. അവളോട് ചെയ്യേണ്ട ഓരോന്ന് അവൻ മനസ്സിൽ കണക്കൂട്ടിക്കൊണ്ടിരുന്നു. ആ നിമിഷമാണ് അവന്റെ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത്. അവൻ പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി. വിഷ്ണുവിന്റെ നമ്പർ കണ്ടതും അവൻ ദീർഘശ്വാസം എടുത്തുകൊണ്ട് കോൾ അറ്റൻഡ് ചെയ്തു. ഹലോ ദത്ത, നീ എവിടെയാ? പരിഭ്രമത്തോടെയുള്ള അവന്റെ ശബ്ദം കേട്ടും ദത്തന്റെ നെറ്റി ഒളിഞ്ഞു. എന്താടാ? അത് ഫ്രീ ആണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ഓഫീസിലേക്ക് വാ, ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. എന്തു പ്രശ്നം? അവൻ പറഞ്ഞു കേട്ട് ദത്തന് സംശയത്തോടെ ചോദിച്ചു. അവിടെ വർക്കേഴ്സിനുള്ള ചെറിയൊരു പ്രശ്നം, ഞാൻ സോൾവ് ചെയ്യാൻ നോക്കിയിട്ട് നടന്നില്ല. പോലീസ് കേസായിട്ടുണ്ട്, നീ ഒന്ന് പെട്ടെന്ന് വാ. ഡാമിറ്റ്! അവൻ പറഞ്ഞിട്ട് ദത്തൻ മുഷ്ടിയുട്ടി നെറ്റിയിലിടിച്ചു. ഓക്കെ, ഐ വിൽ ബി ദെയർ ഇൻ 10 minutes. അതും പറഞ്ഞുകൊണ്ട് അവൻ കോൾ കെട്ടി ഇത് വേഗം അകത്തേക്ക് കയറി. രാജേശ്വരിയോടൊപ്പം സോഫയിൽ ഇരുന്ന് അവർ പറയുന്ന ഓരോ കാര്യങ്ങളും കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു തനു. അവർ പറയുന്നതിനൊക്കെയും ചെവിയെടുക്കുന്നുണ്ടെങ്കിലും അവളുടെ മനസ്സിനിറയെ രേവതിയും തൻവിയുമായിരുന്നു. അവരിപ്പോൾ എന്ത് ചെയ്യുകയാവും? ചിറ്റ തന്നെ വെറുത്തിട്ടുണ്ടാവുമോ? ചിറ്റയുടെ മനസ്സ് അത്രത്തോളം വേദനിപ്പിച്ചുകൊണ്ടാണ് ഇന്ന് അവിടെ നിന്ന് ഇറങ്ങി വന്നത്. അതുപോലെ തൻ്റെ കുഞ്ഞു സത്യങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമോ? ഈ അവസ്ഥയിൽ അവൾക്കൊരു ഷോക്ക് ഉണ്ടാവരുതെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ഈ കാര്യം അറിഞ്ഞാൽ അത് അവൾക്ക് സഹിക്കാൻ കഴിയില്ല. ഈശ്വര, എന്തു പരീക്ഷണായത്? അവൾ മനസ്സിൽ പറഞ്ഞുകൊണ്ടിരുന്നു. മോളെന്താ ആലോചിക്കുന്നത്? പെട്ടെന്ന് രാജേശ്വരിയുടെ ശബ്ദം കേട്ടതും അവൾ ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. എന്താ? ഞാൻ ഓരോന്നും പറഞ്ഞുകൊണ്ടിരിക്കും. മോള് മറ്റെന്തോ ചിന്തയിലായിരുന്നു, അതാ ചോദിച്ച് മോളെന്താ ആലോചിക്കുന്നതെന്ന്. അവളുടെ ഞെട്ടലോടെയുള്ള ചോദ്യം കേട്ടതും അവർ പുഞ്ചിരിയോടെ പറഞ്ഞു. അത് അപ്പച്ചി, ഞാൻ പിന്നെ വീട്ടിലെ കാര്യം. അവൾ എന്തൊക്കെയോ അവരോട് പറയാൻ ശ്രമിച്ചു. അപ്പോഴാണ് ഒരു വൈറ്റ് ഷർട്ടും ബ്ലൂ ജീൻസും ധരിച്ച് വേഗത്തിൽ പടികളിറങ്ങി വരുന്ന ദത്തനെ അവർ കാണുന്നത്. മോനെ കണ്ണ, നീ ഇത് എങ്ങോട്ട് പോവാടാ? രാജേശ്വരി അവൻ്റെ അരികിലേക്ക് ചെന്നോട് ചോദിച്ചു. അജിത്ത്, ഓഫീസിൽ ചെറിയൊരു പ്രശ്നം, വിഷ്ണുവിനെ കൊണ്ട് ഒറ്റയ്ക്ക് സോൾവ് ചെയ്യാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവാം. അയ്യോ മോനെ, നിങ്ങളുടെ കല്യാണം ഒന്ന് കഴിഞ്ഞല്ലേ ഉള്ളൂ? അവൻ പറഞ്ഞിട്ട് ചിറ്റ വിഷമത്തോടെ ചോദിച്ചു. ചിറ്റ, എനിക്ക് പോകാതെ പറ്റില്ല, പിന്നെ ഞാൻ വരാൻ കുറച്ച് വൈകും.
അതവൻ പറഞ്ഞ തനുവിന്റെ മുഖത്തേക്ക് നോക്കിയായിരുന്നു. അവന്റെ നോട്ടം കണ്ടത് അവൾ പതിയെ മുഖം കുനിച്ചു. എങ്കിലും അവന്റെ വാക്കുകൾ അവളിൽ വല്ലാത്തൊരു ആശ്വാസം നിറച്ചു. അത് അവളിലൊരു കുഞ്ഞു പുഞ്ചിരിയായി മുട്ടിട്ടു. തനുവിനെ തന്നെ ശ്രദ്ധിച്ചിരുന്ന ദത്തൻ അത് വ്യക്തമായി കാണുകയും ചെയ്തു. അവന്റെ ചുണ്ടിലൊരു പുച്ഛച്ചിരി വിടർന്നു. അവൻ ടേബിളിൽ നിന്ന് കാറിന്റെ കീ എടുത്ത് പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങി. ശരി അപ്പച്ചി, ഞാൻ പോയിട്ട് വരാം. അതും പറഞ്ഞുകൊണ്ട് അവൻ തനുവിനെ അടിമുടിയെ നോക്കിയ ശേഷം വേഗം കാറിലേക്ക് കയറി ഓടിച്ചു പോയി. അവൻ പോയി കഴിഞ്ഞതും അവളിൽ നിന്ന് ആശ്വാസത്തിന്റെ ഒരു നിശ്വാസം ഉയർന്നു വന്നു. മോള് വാ, വിളക്ക് വെക്കാൻ നേരായി. അതും പറഞ്ഞുകൊണ്ട് രാജേശ്വരി അവളെയും കൂടി പൂജാമുറിയിലേക്ക് നടന്നു. സമയം ഇഴഞ്ഞു നീങ്ങുന്നതിനനുസരിച്ച് സന്ധ്യ മാറി ഇരുട്ട് പടർന്നിരുന്നു. ഓഫീസിലെ പ്രശ്നം കുറച്ച് രൂക്ഷമായതുകൊണ്ട് തന്നെ ദത്തൻ ഇതുവരെയും വീട്ടിലേക്ക് തിരിച്ചെത്തിയിരുന്നില്ല. അത് തനുവിന് വല്ലാത്തൊരു ആശ്വാസം തന്നെയായിരുന്നു. മോളെ വാ, വന്നു വല്ലതും കഴിക്ക്. സിറ്റ് ഔട്ടിലിരുന്ന് പുറത്തേക്ക് തന്നെ നോക്കിയിരുന്ന തനുവിൻ്റെ അരിയിലേക്ക് വിളിച്ചുകൊണ്ട് രാജേശ്വരി പറഞ്ഞു. അത് അപ്പച്ചി, എനിക്കിപ്പോൾ വിശപ്പില്ല, ഞാൻ പിന്നെ കഴിച്ചോളാം. എന്തോർത്തുകൊണ്ട് അവൾ പറഞ്ഞു. അവരൊന്ന് പുഞ്ചിരിച്ചു. മോള് ദത്തനെ നോക്കിയിരിക്കുകയാണെങ്കിൽ അവന് ഇപ്പോഴൊന്നും വരില്ല. ഓഫീസിലെ പ്രശ്നം കുറച്ച് സീരിയസ് ആണെന്ന് ഏട്ടൻ വിളിച്ച പറഞ്ഞ്. അവരവളുടെ തോളിലും തട്ടിക്കൊണ്ട് പറഞ്ഞു. അവളൊന്ന് പുഞ്ചിരിക്കാൻ ശ്രമിച്ചു. അതുകൊണ്ട് മോൾ അവനെ കാത്തിരിക്കേണ്ട, ഇനി ചിലപ്പോൾ അവൻ വരുമ്പോൾ കഴിച്ചിട്ടായിരിക്കും വരിക. അവരതും പറഞ്ഞുകൊണ്ട് അകത്തേക്ക് നടന്നപ്പോൾ അവളും ചെറിയ മടിയോട് അകത്തേക്ക് നടന്നു. അവരിരുവരും ഡൈനിങ് റൂമിലെത്തിയതും അവിടെ ടേബിൾ മുമ്പിലിരിക്കുന്ന രാജശേഖരനെയും ശ്രീദേവിയും കണ്ട് അവളൊന്ന് മടിച്ചു. സത്യത്തിൽ ദത്തം വരാത്തതുകൊണ്ടായിരുന്നില്ല അവൾ ഭക്ഷണം കഴിക്കാൻ വരാൻ മടിച്ചത്. രാജശേഖരനും ശ്രീദേവി അവിടെ ഉണ്ടാവുമെന്ന് അറിയാവുന്നതുകൊണ്ടാണ് അവൾ ആ സമയം അങ്ങോട്ട് പോകാൻ താല്പര്യപ്പെടാഞ്ഞത്. അവർക്ക് അവളുടെ സാമീപ്യം അരോചകമായിരുന്നു എന്ന് കുറച്ചു മുന്നേ അവളോടുള്ള പെരുമാറ്റത്തിൽ നിന്ന് തന്നെ അവൾക്ക് മനസ്സിലായിരുന്നു. വാ മോളെ, വന്നിവിടെ ഇരിക്കേ, രാജേശ്വരി പറഞ്ഞു. അവളൊന്ന് മടിച്ചുവെങ്കിലും അവരുടെ വാക്കിന് ധിക്കരിക്കാൻ കഴിയാത്തതുകൊണ്ട് അവൾ കുനിഞ്ഞ മുഖത്തോടെ അവരുടെ അരികിലേക്ക് ചെന്നിരുന്നു. അവൾ വന്നിരുന്നതും കഴിച്ചുകൊണ്ടിരുന്ന രാജശേഖരൻ ഭക്ഷണം മതിയാക്കി എഴുന്നേറ്റ് പോയി. തൊട്ടു പിന്നാലെ തന്നെ അവളെ ഒന്ന് രൂക്ഷമായി നോയിക്കൊണ്ട് ശ്രീദേവിയും പോയി. എന്തുകൊണ്ട് ആ സമയം തനുവിന്റെ കണ്ണുകൾ ഈറനായി. സങ്കടം ഉള്ളിലൊതുക്കിക്കൊണ്ട് അവൾ മുഖം കുനിച്ചിരുന്നു. മോളെ വിഷമിക്കാതെ, ഏട്ടൻ്റെ ഈ ദേഷ്യമൊക്കെ പെട്ടെന്ന് തന്നെ മാറിക്കോളും. ആകെയുള്ള ഒരു മോന്റെ കല്യാണം പെട്ടെന്നൊരു ദിവസം നടന്നു എന്ന് കേട്ടപ്പോൾ അതിന് ഉൾക്കൊള്ളാനുള്ള ഒരു ബുദ്ധിമുട്ട്, അത്രയേ ഉള്ളൂ. യഥാർത്ഥ കാരണം അതല്ലെന്നറിയാമെങ്കിലും രാജേശ്വരി വിളറിയ മുഖത്തോട് അവളോടായി പറഞ്ഞു. അവൾ അതിന് വാടിയൊരു പുഞ്ചിരി മറുപടിയായി നൽകിക്കൊണ്ട് അവിടുന്ന് എഴുന്നേറ്റു. മോള് കഴിക്കുന്നില്ലേ? അവൾ എഴുന്നേറ്റ കണ്ട് അവർ പരിഭ്രമത്തോടെ ചോദിച്ചു. എനിക്കിപ്പോൾ വേണ്ട അപ്പച്ചി, ഞാൻ പിന്നെ കഴിച്ചോളാം. അവൾ അവരെ നോക്കി അത്രയും പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ മുറിയിലേക്ക് നടന്നു. അവൾ പോകുന്ന നോക്കുന്ന രാജേശ്വരിയുടെ കണ്ണുകൾ എന്തോർത്തതും നിറഞ്ഞൊഴുകി. ഒരു നിമിഷം അവൾ പോയ വഴിയിലേക്കും തിരിഞ്ഞ് രാജശേഖരന്റെ മുറിയിലേക്ക് നോക്കി. ശേഷം എന്തോ തീരുമാനിച്ചുറപ്പിച്ച പോലെ രാജശേഖരന്റെ മുറിയിലേക്ക് നടന്നു. ഇതേ സമയം ദത്തൻ തിരിച്ചുള്ള യാത്രയിലായിരുന്നു. ഡ്രൈവ് ചെയ്യുമ്പോഴും അവന്റെ മുഖമാകെ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകിയിരുന്നു. വർക്കേഴ്സ് തമ്മിലുള്ള പ്രശ്നത്തിൽ അവർ കയ്യാങ്കളിലെത്തിയതും ആരോ പോലീസിനെ വിളിച്ച് അറിയിച്ചതിനെ തുടർന്ന് അവർ കേസെടുത്തു. പിന്നെ ഇത്രയും നേരം അതിന്റെ പിന്നാലെയായിരുന്നു. തലയാകെ പെരിക്കുന്ന പോലെ അവൻ തലയൊന്ന് ഉടഞ്ഞുകൊണ്ട് മുന്നോട്ട് നോക്കി ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്നു. പെട്ടെന്ന് സൈഡിലൊരു ബോർഡ് കണ്ടതും അവൻ അതിലേക്ക് നോക്കി. ബാർ. തല പൊട്ടിപ്പൊളിയുന്ന വേദനയിൽ നിന്നൊന്ന് ശമനം കിട്ടാനായി ആ നിമിഷം ഒരു പെഗ്ഗെങ്കിലും കഴിക്കണമെന്ന് അവന് തോന്നി. അതിന്റെ ഫലമായി അവന്റെ കാർ ആ കെട്ടിടത്തിന്റെ അകത്തേക്ക് പാഞ്ഞു കയറി. പുറത്തെ കട്ട പിടിച്ചിരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് ബാൽക്കണിയിലെ സോപാനപ്പടിയിൽ ഇരിക്കായിരുന്നു താൻ. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു. കയ്യിലിരുന്ന ഫോണിലേക്ക് അവൾ നിറകണ്ണുകളോടെ തന്നെ നോക്കി. വന്ന നേരം തൊട്ട് താൻ ചിറ്റയൊന്ന് ഫോൺ വിളിക്കാൻ ശ്രമിക്കുകയാണ്. ബെല്ല് പോകുന്നുണ്ടെങ്കിൽ ഒരു തവണ പോലും ചിറ്റ കോൾ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവിടെ എന്തായി എന്നറിയാത്ത തനിക്കൊന്ന് കണ്ണടക്കാൻ പോലും കഴിയില്ലെന്ന് അവൾ ഓർത്തു. അവൾക്ക് വല്ലാത്ത ഹൃദയവേദന തോന്നി. താൻ എന്ത് തെറ്റാണ് ചെയ്ത്? തനിക്ക് പറയാനുള്ളൊന്ന് കേൾക്കാൻ പോലും ചിറ്റ തയ്യാറാവുന്നില്ല. പിന്നെ താൻ എന്ത് ചെയ്യും? എങ്ങനെ ചിറ്റയൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും? അവൾക്ക് ഓരോന്ന് ആലോചിക്കുന്നതോറും ഭ്രാന്തി പിടിക്കുന്ന പോലെ തോന്നി. ആ നിമിഷമാണ് അവൾ ദത്തനെ കുറിച്ച് ഓർത്ത്. ദത്തൻ, അയാളിൽ എന്തൊക്കെയോ നിഗൂഢതകൾ ഒളിഞ്ഞിരിക്കുന്ന പോലെ. അയാൾ തന്നോട് പറഞ്ഞ് അയാളുടെ കുഞ്ഞ് തന്റെ ഉദരത്തിലൂടെ തന്നെ ജന്മമെടുക്കണമെന്നായിരുന്നു. തനിക്ക് സമ്മതമല്ലെന്ന് പറഞ്ഞിട്ട് പോലും അയാൾ എന്തിനായിരിക്കും അങ്ങനെ വാശി പിടിച്ച്? ഒരു കുഞ്ഞിന് വേണ്ടിയാണെങ്കിൽ ഈ കാലത്ത് വേറെ എന്തെല്ലാം ഓപ്ഷൻസ് ഉണ്ട്. അതിനൊരു കോൺട്രാക്ട് വൈഫിന്റെ ആവശ്യമുണ്ടോ? ഇനി അയാൾ പറഞ്ഞ പോലെ ഒരു നാച്ചുറൽ ബേബിക്ക് വേണ്ടിയാണെങ്കിൽ പോലും അയാൾ തന്നോട് എന്തിനാണ് ദേഷ്യം കാണിക്കുന്നത്? എന്തോ പകയുള്ള പോലെയാണ് അയാൾ ഓരോന്നും പറഞ്ഞ് തന്നെ അപമാനിക്കുന്നത്. അറിഞ്ഞുകൊണ്ട് താൻ അയാളോട് തെറ്റൊന്നും ചെയ്തിട്ടില്ല. പിന്നെ എന്തായിരിക്കും കാരണം? അതുപോലെ അപ്പച്ചി ഒഴികെ മറ്റാരും തന്നോടൊന്നും മിണ്ടിയിട്ട് കൂടിയില്ല. അവരും എന്തിനായിരിക്കും തന്നോട് ദേഷ്യം കാണിക്കുന്നത്? അവരേക്ക് അറിയിച്ചായിരിക്കില്ല ഇങ്ങനൊരു തീരുമാനമെടുത്ത്. അവൾ ഓരോന്ന് ഓർത്തുകൊണ്ട് ആ തൂണിലേക്ക് ചാരിയിരുന്നു. പതിയെ അവളുടെ കണ്ണുകൾ അടഞ്ഞു വന്നു. ആ ഇരിപ്പിൽ തന്നെ അവൾ ഒരു ചെറുമയക്കത്തിലേക്ക് വഴുതി വീണു. ഏട്ടാ, രാജേശ്വരിയുടെ ഉറച്ച ശബ്ദം കേട്ടപ്പോഴാണ് റൂമിൽ നിന്നൊരു ഫയൽ നോക്കിക്കൊണ്ടിരുന്ന രാജശേഖരനും ബെഡിൽ ഷീറ്റ് കുടഞ്ഞു വിരിച്ചുകൊണ്ടിരുന്ന ശ്രീദേവിയും തിരിഞ്ഞു നോക്കിയത്. എന്താ രാജി? ആരുമൊത്ത് ദേഷ്യം കണ്ടത് അയാൾ സംശയത്തോടെ ചോദിച്ചു. എന്താണെന്ന് ഏട്ടൻ അറിയില്ലേ? ആറ് വർദ്ധിച്ച ദേഷ്യത്തോടെ അയാളുടെ അരികിലേക്ക് ചെന്നോട് ചോദിച്ചു. അയാൾ ഒരു ദീർഘശ്വാസം എടുത്ത് വിട്ടു. കാര്യം എന്താണെന്ന് നീ പറയാൻ ഞാനെങ്ങനെ അറിയാനാ രാജി? അവരെന്താണ് ഉദ്ദേശിച്ചെന്ന് മനസ്സിലായെങ്കിലും അയാൾ ഒന്നറിയാത്ത പോലെ മറുപടി പറഞ്ഞു.
അയാളുടെ അലസമായ മറുപടിയിൽ രാജേശ്വരിക്ക് വല്ലാത്ത ദേഷ്യം തോന്നി. എന്താ ഏട്ടൻ്റെ ഉദ്ദേശം? അതാ എനിക്കറിയേണ്ടത്. ആൾ ഒരുവിധം ദേഷ്യം നിയന്ത്രിച്ചുകൊണ്ട് ചോദിച്ചു. എന്തുദ്ദേശം? നീ എന്താ ഉദ്ദേശിക്കുന്നത് രാജി? അയാൾ അവരുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. നിങ്ങൾ ഭാര്യയും ഭർത്താവും കൂടി ആ പെൺകുട്ടിയോട് കാണിക്കുന്ന അവഗണനയുടെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ചോദിച്ചു. ആ രണ്ടുപേരുടെയും ഒന്നും അറിയാത്ത പോലെയുള്ള ഭാവം കണ്ട് ദേഷ്യത്തോടെ രാജേശ്വരി ചോദിച്ചു. ഞങ്ങൾ എന്താ അവഗണന കാണിച്ചു എന്നാ രാജി? മനസ്സിലൊന്ന് വെച്ചുകൊണ്ട് പുറമെ മറ്റൊന്ന് കാണിക്കാൻ ഞങ്ങൾക്കറിയില്ല. അതാണ് ഇത്ര വലിയ തെറ്റ്. രാജേശ്വരിയുടെ ചോദ്യത്തിൽ മൗനമായിരിക്കുന്ന രാജശേഖരന്റെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടാണ് ശ്രീദേവി അതിന് മറുപടി പറഞ്ഞത്. തെറ്റല്ലേ എടുത്തി? ഒന്നുമില്ലെങ്കിലും നമ്മുടെ കണ്ണൻ താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണല്ലേ, അവന്റെ പ്രണയമല്ലേ. അപ്പൊ പിന്നെ അതിനെ നമ്മൾ അവഗണിക്കാൻ പാടുണ്ടോ? അവർ വിഷമം കലർന്ന സ്വരത്തിൽ ചോദിച്ചു. അതിന് മറുപടിയൊന്നും പറയാതെ അവർ മിണ്ടാതെ ഇരുന്നേയുള്ളൂ. കാരണം ദത്തന്റെ യഥാർത്ഥ ഉദ്ദേശം ഇതുവരെ രാജേശ്വരിക്ക് അറിയില്ല. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.